ഇക്കുറി മത്സരിക്കാനില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മത്സര രംഗത്ത് നിന്നും വിട്ടുനിൽക്കാനാണ് തുഷാറിന്റെ തീരുമാനം. ഇക്കാര്യം BDJS നേതാക്കളെ അറിയിക്കും. കുട്ടനാട് സീറ്റിൽ തുഷാർ മത്സരിക്കണമെന്ന് BJPക്കുള്ളിൽ അഭിപ്രായം ഉയർന്നിരുന്നുവെങ്കിലും മത്സരിക്കേണ്ടെന്നാണ് തുഷാറിന്റെ നിലപാട്. അതേസമയം തിരഞ്ഞെടുപ്പിൽ കായംകുളം സീറ്റ് BJPക്ക് വിട്ടുകൊടുത്ത് BDJS കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനും നീക്കം നടത്തുന്നു. ഏതൊക്കെ സീറ്റുകൾ വേണമെന്നതിലും അന്തിമ തീരുമാനം ചർച്ചകൾക്ക് ശേഷമായിരിക്കും. അമൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് BDJSന്റെ നിർണായകമായ യോഗം ചേരുന്ന ഒരു ദിവസമാണ്. ഈ ദിവസമാണ് ഈ വലിയ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. BDJS പാർട്ടിയുടെ തന്നെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ്. ആ തുഷാർ വെള്ളാപ്പള്ളി മത്സരത്തിലേക്കില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാകും ഈ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാവുക? നേതൃത്വത്തെ എങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ അറിയിപ്പിക്കും? കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനുള്ള നീക്കം എങ്ങനെയാണ്? ഏതൊക്കെ സീറ്റുകളിലാണ് BDJS കണ്ടുവച്ചിരിക്കുന്നത്? വിശദമായി പറയാം അമൽ. സേതു, BDJS പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി ഇക്കുറി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇല്ല, താൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമായി തന്നെ ഇന്നലെ നമ്മൾ തുഷാർ വെള്ളാപ്പള്ളിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു. ഉറപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഏതായാലും ഇന്ന് BDJSന്റെ യോഗം ചേരാനിരിക്കുകയാണ്. രാവിലെ SNDP യോഗത്തിന്റെ മീറ്റിംഗിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അതേ ഹോട്ടലിൽ വെച്ച് തന്നെയാണ് BDJSന്റെ മീറ്റിംഗും ഉണ്ടാവുക. ഈ ഒരു മീറ്റിംഗിൽ വെച്ച് തന്റെ നേതാക്കന്മാരുമായെല്ലാം തന്റെ തീരുമാനം അറിയിക്കുവാനാണ് തുഷാർ വെള്ളാപ്പള്ളി ഒരുങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സീറ്റ് ചർച്ചകളടക്കം വരാനാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ മോദി കേരള സന്ദർശനം നടത്തുന്നു. അതിനുശേഷമാകും ഇത്തരത്തിൽ തങ്ങളുടെ തീരുമാനം BJPയെയും NDAയെയും അറിയിക്കുക എന്നാണ് തുഷാർ പറയുന്നത്. ഏതായാലും കായംകുളം സീറ്റ് അത് BJP തിരിച്ചെടുക്കും എന്നൊരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. ഈ കായംകുളം സീറ്റ് BJPക്ക് വിട്ടുകൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള പാർട്ടിയിലെ അംഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായം എന്താണെന്ന് അറിയുക, അതും ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയിൽ ഒന്നായി തന്നെയാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളിയെ കുട്ടനാട് നിർത്തി മത്സരിപ്പിക്കണമെന്ന് NDAയ്ക്കുള്ളിലും BJPക്കുള്ളിലും ഒരു വിഭാഗം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും കുട്ടനാടടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്ന കാര്യം മൂന്ന് മുന്നണികൾക്കും അറിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും CPMലെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ NCPയുടെ അവിടുത്തെ ഇത്തരത്തിൽ ഈ ഒരു കാലാവസ്ഥയിലുള്ള മത്സര സാധ്യത എല്ലാം പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ ഒരു സാമുദായിക ക്രമീകരണങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി കുട്ടനാട്ടേക്ക് വരണം എന്നൊരു ആഗ്രഹം ചില BJP നേതാക്കന്മാർ പരസ്യമായും രഹസ്യമായും ഒക്കെ ഈ തുഷാറിനെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ NDAയുടെ നേതാക്കന്മാരെ അറിയിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം താൻ എടുക്കുന്നില്ല എന്നും ഈ BDJSന് കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങാനാണ് തീരുമാനമെന്നുമാണ് തുഷാറിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ കായംകുളം സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ തന്നെ അതിന് സമാന്തരമായി അല്ലെങ്കിൽ അതിനോളം തന്നെ പോകുന്ന മറ്റ് സീറ്റുകൾ തങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെടാനാണ് BDJSന്റെ ഒരുക്കം. പ്രത്യേകിച്ചും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ BJP BDJS തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്താകട്ടെ, ആലപ്പുഴയിലാകട്ടെ, ഇവിടങ്ങളിലെല്ലാം, കൊല്ലത്താകട്ടെ BDJS സ്വതന്ത്രമായിട്ട് സ്ഥാനാർത്ഥികൾ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് അത് അങ്ങേയറ്റം ഏശിയില്ല എങ്കിലും അല്ലെങ്കിൽ BJPക്ക് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടായെങ്കിലും മറ്റിടങ്ങളിലെല്ലാം, അതായത് ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ സ്വതന്ത്രമാക്കി നിർത്തിയ സ്ഥലങ്ങളിലെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഈ വോട്ട് ശതമാനത്തിലൊക്കെ, വോട്ട് ചെയ്യുന്നതിലൊക്കെ, വോട്ട് ലഭിച്ചതിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ BDJSന് സാധിച്ചു എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താതെ തന്നെ NDAയിൽ നിന്ന് തങ്ങൾക്ക് അർഹമായ കാര്യങ്ങളെല്ലാം ചോദിച്ചു വാങ്ങുക എന്നൊരു നിലപാടിലേക്ക് BDJS പോകാനിരിക്കുന്നത്. ഏതായാലും തുഷാർ വെള്ളാപ്പള്ളി കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കാൻ ഇപ്പോൾ ഒരുക്കമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ തുഷാറിനെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരണമെന്ന് BJPക്കുള്ളിലും NDAയ്ക്കുള്ളിലും ശക്തമായ ആവശ്യം ഉന്നയിക്കപ്പെടുന്നുമുണ്ട്. സേതു, ഓക്കെ, ശരി. അമലാണ് വിവരങ്ങൾ നൽകിയത് ഈ വലിയ വാർത്തയുടെ. അപ്പോൾ BDJSന്റെ നിർണായകമായ യോഗം ചേരാനിരിക്കെ അറിയാം ഇന്ന് എന്തായിരിക്കും അധ്യക്ഷൻ എടുക്കുന്ന നിലപാടെന്നും ഏതൊക്കെ സീറ്റുകളായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്നുമൊക്കെ.